ശ്രീ മഹാഗണപതേ നമഃ. ശുക്ലാംബരധരം വിഷ്ണും ശശിവർണം ചതുർഭുജം പ്രസന്നവദനം ധ്യായേൽ സർവവിഘ്നോപശാന്തയേ. ഓം നമോ ഭഗവതേ വാസുദേവായ. കരാരവിന്ദേന പദാരവിന്ദം മുഖാരവിന്ദേ വിനിവേശയന്തം വടസ്യ പത്രസ്യ പുടേ ശയാനം ബാലം മുകുന്ദം മനസാ സ്മരാമി. സംഹൃത്യ ലോകാൻ വടപത്രമധ്യേ ശയാനമാദ്യന്തഭീനരൂപം സർവേശ്വരം സർവഹിതാവതാരം ബാലം മുകുന്ദം മനസാ സ്മരാമി. നമസ്കാരം. സംസ്കൃതം മൂലശ്ലോകം ആദ്യവും അതിൻ്റെ പിന്നാലെ മലയാള വിവർത്തനവും പാരായണം ചെയ്യുന്നതാണ് ഇതിലെ പാരായണക്രമം. ദശകം 48. ശ്രീഹരേ നമഃ. ശ്ലോകം 1. മുദാ സുരൗഘൈസ്ത്വമുദാരസമ്മതൈരുദീര്യ ദാമോദര ഇത്യഭിഷ്ടുത മൃദൂദര സ്വൈരമുലൂഖലേലഗന്നദൂരതോദ്ദൗ കകുഭാഉദൈക്ഷഥാ. മലയാള പരിഭാഷ. അതീവ സന്തുഷ്ടരതായി ദേവകൾ സ്തുതിച്ചു ദാമോദരനെന്നു നിന്നെയും ഉരൽ വയറ്റിൽ ബത കെട്ടി നിൽക്കവേ അടുത്തു കണ്ടു മരുതിൻ മരദ്വയം. ശ്ലോകം 2. കുബേരസൂനുർനളകൂബരാഭിധ പരോമണിഗ്രീവൈതി പ്രധാംഗത മഹേശ സേവാധിഗത ശ്രിയോന്മദൗ ചിരം കില ത്വദ്വിമുഖാവഖേലതാം. മലയാള പരിഭാഷ. കുബേരപുത്രർ നളകൂപരൻ തഥാപരൻ മണിഗ്രീവനതായ വിശ്രുതർ ശിവപ്രസാദാൽ ധനപുഷ്ടസുന്ദരർ മതിച്ചു തുള്ളി തവ ചിന്ത വിട്ടവർ. ശ്ലോകം 3. സുരാപഗായാം കിലതൗ മധോത്കടൗ സുരാപഗായദ്ബഹുയൗവതാവൃതൗ വിവാസസൗ കേളിവരൗ സ നാരദോ ഭവത്പദൈകപ്രവണോ നിരൈക്ഷതാം. മലയാള പരിഭാഷ. തലയ്ക്കു ലക്കറ്റധമദ്യസേവയാൽ മതിച്ചു നാരീജനമൊത്തു ഗംഗയിൽ വിവസ്ത്രരായിട്ടു കളിച്ചു നാരദൻ ഭവൽപ്രിയൻ കണ്ടൊരു നാളിതൊക്കവേ. ശ്ലോകം 4. ഭിയാ പ്രിയാലോകമുപാത്തവാസസം പുരോ നിരീക്ഷ്യ വിമദന്ധചേതസോ ഇമോ ഭവദ്ഭക്ത്യുപശാന്തി സിദ്ധയേ മുനിർജഗൗ ശാന്തിമൃതേ കുതഃ സുഖം. മലയാള പരിഭാഷ. ഭയന്നു വസ്ത്രങ്ങളുടുത്തിതാളിമാർ അനങ്ങിയില്ല മതിരന്ധബുദ്ധികൾ അവർക്കു നിൻ ഭക്തിമുഖേന ശാന്തിയെ വരുത്തുവാൻ നാരദനോതി ഇങ്ങനെ. ശ്ലോകം 5. യുവാമവാപ്തൗ കകുഭാത്മതാം ചിരം ഹരിം നിരീക്ഷ്യാഥ പദം സ്വമാപ്നുതം ഇതീരിതൗ തൗ ഭവദീക്ഷണസ്പൃഹാം ഗതൗ വ്രജാന്തേ കകുഭൗ ബഭൂവതു. മലയാള പരിഭാഷ. വസിക്ക നിങ്ങൾ മരുതിൻ മരങ്ങളായി ലഭിക്ക പൂർവസ്ഥിതി കൃഷ്ണദർശനാൽ ഇതങ്ങു കേട്ടങ്ങയെ ഒന്നു കാണുവാൻ വ്രജേ വസിച്ചു മരുതദ്രുമങ്ങളായി. ശ്ലോകം 6. ആതന്ത്രമിന്ദ്രദ്രുയുഗം തഥാവിധം സമേയുഷാ മന്ധരഗാമിനാ ത്വയാ തിരായി തോലൂഖലരോധ നിർധുതൗ ചിരായ ജീർണൗ പരിവാദിതൗ തരൂ. മലയാള പരിഭാഷ. ഇവണ്ണമാം 2 മരങ്ങളെ ഭവാനടുത്തു മന്ദം പത ചെന്നവാറഹോ നടുക്കുരൽ തട്ടിയുടക്കിയ ക്ഷണം പുഴങ്ങി വീണങ്ങവ പൂതലിക്കയാൽ. ശ്ലോകം 7. അഭാജി ശാഖിദ്വിതയം യഥാ ത്വയാ തദൈവ തദ്ഗർഭതലാന്നിരേയുഷാ
മഹാത്വിഷാ യക്ഷയുഗേന തൽക്ഷണാദഭാജി ഗോവിന്ദ ഭവാനപിസ്തവൈ. മലയാള പരിഭാഷ. മരങ്ങളെ ഭൂമിയിൽ അങ്ങു വീഴ്ത്തിയാക്ഷണം പുറത്തെത്തി വണങ്ങി രണ്ടുപേർ ഭവാനെ തേജസ്വികളായ യക്ഷരും സ്തുതിച്ചിതേറെ ബഹുകീർത്തനങ്ങളാൽ. ശ്ലോകം 8. ഇഹാന്യഭക്തോപി സമേഷ്യതി ക്രമാത് ഭവന്തമേതോ ഖലു രുദ്രസേവകോ മുനിപ്രസാദാത് ഭവദംഘ്രിമാഗതോ ഗതോ വൃണാനോ ഖലു ഭക്തിമുത്തമാം. മലയാള പരിഭാഷ. വരുന്നു മറ്റീശ്വര ഭക്തരും ക്രമാൽ ഭവൽ സമീപത്തതിനില്ല സംശയം. ശിവന്റെ ഭക്തർ മുനി തന്നനുഗ്രഹാൽ ഭവാന്റെ അത്യുത്തമ ഭക്തരായിതേ. ശ്ലോകം 9. തതസ്തരുദ്ധാരണദാരുണാരവ പ്രകമ്പി സമ്പാദിനി ഗോപമണ്ഡലേ വിലജ്ജിതത്വജനനീ മുഖേക്ഷിണ വ്യമോക്ഷി നന്ദേന ഭവാൻ വിമോക്ഷത. മലയാള പരിഭാഷ. മരം പതിച്ചുള്ള ഭയങ്കരാരവം ശ്രവിച്ചു പേടിച്ചത വന്നു ഗോപരും യശോദ നാണിച്ചതു കണ്ടു നന്ദനും ഭവാനു മോക്ഷപ്രദ നൽകി മോക്ഷവും. ശ്ലോകം 10. മഹീരുഹോർ മധ്യഗതോ പദാർഭകോ ഹരേ പ്രഭാവാദപരീക്ഷിതോധുനാ ഇതി ബ്രുവാണൈർഗമിതോ ഗൃഹം ഭവാൻ മരുത്പുരാധീശ്വര പാഹി മാം ഗദാൽ. മലയാള പരിഭാഷ. മരങ്ങളീ രണ്ടിനിടയ്ക്കുടക്കിലും തരിമ്പുകേടില്ലിവനെന്തൊരത്ഭുതം ഹരിപ്രഭാവം ഇതിയോതി ഗോപരും തരൂ ഗദാൻ മുക്തി മരുത്പുരേശ്വര. സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ.